ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ. സ്വന്തം പിതാവിനെ എന്തിനു കൊലപ്പെടുത്തി? കാരണം എന്താണ്? ഒരു പ്രകോപനവുമില്ലാതെ എന്തിനായിരുന്നു കൊലപാതകം? മരണത്തിന് ശേഷം ആ കല്ലറയ്ക്കരികിലെത്തിയ കറുത്ത വസ്ത്രധാരി ആരാണ്? പ്രജിന്റെ മുറിക്കുള്ളിൽ കണ്ട കറുത്ത പ്രതിമകൾ, വടി, അതുപോലെ തന്നെ പ്രജിൻ ഡയറിയിൽ കുറിച്ച വാക്കുകൾ, ചിത്രങ്ങൾ, ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ തിരുവനന്തപുരം വെള്ളറട കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും അവശേഷിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. പ്രജിൻ തൻ്റെ പുസ്തകത്തിൽ എഴുതിയിരുന്ന വരികൾ, ഇംഗ്ലീഷിൽ എഴുതിയിരുന്ന ആ വരികൾ, അതിലും വളരെയധികം നിഗൂഢത നിറഞ്ഞിരിക്കുകയാണ്. ഇംഗ്ലീഷിൽ കുറിച്ചിരിക്കുന്ന ആ വരികളുടെ മലയാള പരിവർത്തനം ഇങ്ങനെയാണ്: വെയിലുള്ള ഒരു ദിവസമായിരുന്നു അന്ന്. പെട്ടെന്ന് ആകാശത്തെ പിളർത്തിക്കൊണ്ട് ഒരു ഇടിമിന്നൽ മുഴങ്ങി. ആകാശം പച്ച നിറമായി. മരപ്പൊത്തിലിരുന്ന മൂങ്ങ ഭയത്താൽ വിറച്ചു. ചുറ്റുപാടുമുള്ള ശബ്ദങ്ങൾ മാഞ്ഞു. അക്കങ്ങൾ കൊണ്ട് കളിക്കുന്ന ഒരു പ്രേതത്തിന്റെ ശബ്ദം ആ പരിസരമാകെ ആകെ മുഴങ്ങി. മനുഷ്യന്റെ മനസ്സുകൾ കൊണ്ട് കളിക്കുന്ന ഒരു പ്രേതത്തിന്റെ ശബ്ദം. വളരെ ഭയാനകതയും ഭീതിയും സംശയങ്ങളും കുത്തി നിറച്ചിരിക്കുന്ന ഈ വാക്കുകൾക്ക് പിന്നിൽ എന്താണ് പ്രജിൻ ഉദ്ദേശിച്ചത് എന്നാണ് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യം. അലക്ഷ്യമായി കുറിച്ചുവെച്ച അക്കങ്ങൾക്കും കുത്തിക്കുറിച്ച സാത്താന്റെ രൂപങ്ങൾക്കും പിന്നിൽ പ്രജിൻ ഒളിപ്പിച്ച ആ വലിയ രഹസ്യം, ആ വലിയ നിഗൂഢത എന്താണ്? ആ ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അച്ഛനെ അതിദാരുണമായി വെട്ടി നുറുക്കുമ്പോഴും ഒരിക്കൽ പോലും പ്രജിന്റെ കൈ ഇടറിയില്ല. ഈ കരുത്തിനു പിന്നിൽ സാത്താനുണ്ടോ, സാത്താന് പങ്കുണ്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് ശക്തമാവുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നടക്കുന്ന വെളിപ്പെടുത്തലാണ് പുറത്തു വന്നത്. അതായത് ഈ മരണശേഷം ഈ പ്രജിന്റെ മുറിയിൽ ഒരു കറുത്ത വസ്ത്രധാരി വന്നുവെന്നും മാത്രമല്ല കല്ലറയ്ക്കരികിലും ഒരു കറുത്ത വസ്ത്രധാരി വന്നു എന്നതടക്കമുള്ള ചില വെളിപ്പെടുത്തലുകളൊക്കെ കഴിഞ്ഞ ദിവസം കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ആരാണ് ഈ കറുത്ത വസ്ത്രധാരി എന്ന ചോദ്യം ഇപ്പോഴും ശക്തമാണ്. അതൊരു സ്ത്രീയാണ് എന്നതടക്കമുള്ള വെളിപ്പെടുത്തലുകൾ, ഒരു വിശദീകരണമൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ്. ഇതിന് പിന്നിൽ ആരാണ്, എന്താണ് അവരുടെ ലക്ഷ്യം എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. 2014 പ്രജിൻ മെഡിക്കൽ പഠനത്തിനായി ചൈനയിലേക്ക് പോയത്. ഏക മകന്റെ ആഗ്രഹങ്ങൾക്ക് എതിര് നിൽക്കുന്നവരായിരുന്നില്ല കിളിയൂരിലെ ചാരുവിള വീട്ടിൽ ജോസും ഭാര്യ സുഷമയും. വലിയ തുക ഫീസ് വരുമായിരുന്നുവെങ്കിലും മകന്റെ ആഗ്രഹം നിറവേറ്റാൻ ആ കുടുംബം തീരുമാനിക്കുകയായിരുന്നു. ചൈനയിൽ ഏജൻസി മുഖേന അഡ്മിഷൻ എടുത്തു. ഫീസ് അടയ്ക്കാൻ പണം നേരിട്ട് ഏജൻസിയിൽ എത്തിക്കണമെന്ന നിർദ്ദേശത്തെ തുടർന്ന് ജോസ് ആയിരുന്നു പണം അടയ്ക്കാൻ ഓഫീസിലെത്തിയത്. എന്നാൽ ഇത് തട്ടിപ്പ് സംഘമായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ കുടുംബം അല്പം വൈകിപ്പോയി. ഇതോടെ പ്രജിന് പാതി വഴിയിൽ പഠനം ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. പ്രജിൻ വീട്ടിലേക്ക് മടങ്ങി. അച്ഛൻ്റെ അശ്രദ്ധ, ഇതാണ് തൻ്റെ ഭാവി തകർത്തതെന്ന ആ ചിന്ത, അതിന്മേലുണ്ടായ ദേഷ്യം, അതാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത്. അതല്ലെങ്കിൽ ഈ കൊലപാതകത്തിന് പല കാരണങ്ങളിൽ ഒരു കാരണം ഇതാണ് എന്നതടക്കമുള്ള ഒരു വിശദീകരണവും വരുന്നുണ്ട്. പലപ്പോഴും ഇവൻ ദേഷ്യപ്പെട്ടു, കുടുംബത്തോട് വിരോധം പ്രകടിപ്പിച്ചു. ഇതിനിടെ കൊച്ചിയിൽ സിനിമ പഠിക്കാൻ പോകണമെന്ന ആഗ്രഹം ശക്തമായി. 3 മാസത്തെ കോഴ്സിനായി 1.5 ലക്ഷം രൂപയായിരുന്നു അന്ന് പഠനത്തിനായി ചെലവായത്. പഠനം പൂർത്തിയാക്കി വന്ന പ്രജിന്റെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ അവിടെ തുടങ്ങി. പള്ളിയിൽ പോകാനും പാട്ട് പാടാനും പ്രസംഗിക്കാനും ഒക്കെ മുൻപന്തിയിലുണ്ടായിരുന്നു പ്രജിൻ. പക്ഷേ കൊച്ചിയിലെ സിനിമാ പഠനത്തിന് ശേഷം മടങ്ങി വന്നതിന് പിന്നാലെ പ്രജിന് അതിനൊന്നും സാധിച്ചില്ല. മുറിക്കുള്ളിൽ അവൻ ഒതുങ്ങി. അവൻ്റെ ലോകം മുറിയായി. മുറിക്കുള്ളിൽ നടന്നത് എന്തൊക്കെയാണെന്ന നടുക്കുന്ന വെളിപ്പെടുത്തലുകൾ കഴിഞ്ഞ ദിവസം വന്നതാണ്. കറുത്ത വസ്ത്രവും ചുവന്ന വസ്ത്രവും ഒക്കെ ധരിച്ച് ഈ മുറിക്കുള്ളിൽ പ്രജിൻ നൃത്തം ചെയ്യുമായിരുന്നുവെന്നും മാത്രമല്ല ആ മുറിക്കുള്ളിൽ അലക്ഷ്യമായിട്ടിരിക്കുന്ന ഒരു മുറിയാണ്. മാത്രമല്ല ആ മുറിയുടെ മേശപ്പുറത്ത് കറുത്ത ചില പ്രതിമകളൊക്കെ കണ്ടു ദൃക്സാക്ഷികൾ. എന്തായാലും വളരെ ഭയാനകത നിറയ്ക്കുന്ന ഒരു മുറിയിൽ പ്രജിൻ്റെ ജീവിതം അല്ലെങ്കിൽ ലോകം ഒതുങ്ങിയെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അച്ഛനെയും അമ്മയും അതിക്രൂരമായി പ്രജിൻ മർദ്ദിച്ചു. മുറിയിൽ നിന്ന് പലപ്പോഴും മന്ത്രങ്ങൾ മുഴങ്ങുന്ന ശബ്ദം വീട്ടുകാർ കേട്ടു. മുകളിലത്തെ വീടിൻ്റെ 2 നില വീടിൻ്റെ മുകളിലത്തെ മുറിയിലായിരുന്നു പ്രജിൻ താമസിച്ചിരുന്നത്. ഈ ഒരു സ്റ്റെപ്പ് കയറാൻ പോലും, മാതാപിതാക്കളെ അങ്ങോട്ടേക്ക് വരാൻ പോലും പ്രജിൻ അനുവദിച്ചിരുന്നില്ല. മുറിയിലേക്ക് വീട്ടിലെ മറ്റുള്ളവരുടെ പ്രവേശനം വിലക്കുകയും ചെയ്തു. പൈപ്പുകൾ ഉൾപ്പെടെയുള്ളവ അടിച്ചു തകർക്കുന്നു. രാത്രിയിൽ മാതാപിതാക്കളെ വീടിന് പുറത്താക്കി വാതിലടയ്ക്കുന്നു. അവരെ ഉപദ്രവിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നു. അങ്ങനെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെ പ്രജിൻ കടന്നുപോയ നാളുകളായിരുന്നു. കൊച്ചിയിൽ പോയി വന്നതിന് ശേഷമുള്ള മകനെക്കുറിച്ച് പറയുമ്പോൾ അമ്മ സുഷമ്മയുടെ സ്വരത്തിൽ ഭയം നിഴലിക്കുന്നുണ്ടായിരുന്നു. മകനെ എന്നും സ്നേഹത്തോടെ മാത്രമേ ആ അമ്മ കണ്ടിട്ടുള്ളൂ. സ്വഭാവത്തിലെ മാറ്റങ്ങൾ പെട്ടെന്നാണ് ഉണ്ടായത്. 7 വർഷത്തോളമായി താനും തൻ്റെ ഭർത്താവും കാരാഗൃഹവാസത്തിലായിരുന്നുവെന്ന് ഭയത്തോടെ വിറയലോടെ ആ അമ്മ വെളിപ്പെടുത്തുന്നുണ്ട്. ഭർത്താവിനെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ച് പൊക്കിയിട്ടുണ്ട്.
തൻ്റെ മുടി പിടിച്ചു വലിക്കും, മർദ്ദിക്കും. ഇത്ര കാലം കൊണ്ട് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് എന്ന് നിറകണ്ണുകളോടെ വേദനയോടെ അമ്മ സുഷമ്മ വെളിപ്പെടുത്തുമ്പോൾ അത് ഏവർക്കും ഒരു വേദനാജനകമായി മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും എന്താണ് നമ്മുടെ തലമുറകൾക്കൊക്കെ എന്താണ് സംഭവിക്കുന്നത്? അവർ ശരിക്കും പഠനത്തിനായി വീട്ടിൽ നിന്ന് മാറി അകന്നു പോകുമ്പോൾ അവർ മറ്റ് ചതിക്കുഴികളിൽ വീഴുന്നുണ്ടോ, അല്ലെങ്കിൽ അവർ മറ്റ് വഴിതെറ്റി പോകുന്നുണ്ടോ എന്ന ആശങ്ക ശക്തമാക്കുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ഒരു വിഷയത്തിൽ ആ അമ്മ എപ്പോഴും പറയുന്നൊരു കാര്യം, കൊച്ചിയിലെ പഠനത്തിന് ശേഷമാണ്, അല്ലെങ്കിൽ കൊച്ചി പോയിട്ട് വന്നതിന് ശേഷമാണ് മകൻ ഇത്രത്തോളം മാറിയത് എന്നൊരു കാര്യം ആ അമ്മ വ്യക്തമാക്കുന്നുണ്ട്. ഈ മക്കളൊക്കെ പഠിക്കാൻ മറ്റു നാടുകളിലേക്ക് പോകുമ്പോൾ അവരുടെ മക്കളുടെ കാര്യത്തിൽ അവരുടെ മക്കൾ വഴിതെറ്റാതെ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലേക്കൊന്നും കടക്കാതിരിക്കാൻ മാതാപിതാക്കൾ ഉറപ്പായിട്ടും ഒരു ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് എന്നതിന് ഒരു ഉദാഹരണം കൂടിയായി ഈ സംഭവം മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.